മലയാളത്തിലെ കുട്ടിത്തമുള്ള നായിക, എവർ ചാമിങ്, എവർ ക്യൂട്ട് ഭാമയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഭാമയുടെ ഏറ്റവും പുതിയ ചിത്രമായ മറുപടിയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം. മറുപടി എന്നുള്ള സിനിമ ഭാമയെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. VM വിനു ചേട്ടനുമായിട്ട് എനിക്ക് മുമ്പ് ഒന്ന് രണ്ട് പടങ്ങളിൽ എനിക്ക് പെൺപട്ടണം, മകൻ്റെ അച്ഛനൊക്കെ വന്നെങ്കിലും എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ സിനിമയെ വളരെ പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയം മുതൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു ഡയറക്ടറാണ് VM വിനു. അപ്പോൾ വിനു ചേട്ടൻ ഒരു പ്ലസ് എന്താ വെച്ചാൽ ഫാമിലി ഓഡിയൻസ് നല്ല അളവിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവിയിൽ തീർച്ചയായിട്ടും അത്ര ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മൂവിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വന്ന സമയത്ത്, ഈ ഒരു പടം വന്ന സമയത്ത് എന്താ പറയുക, എനിക്ക് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇത്രയ്ക്ക് ഒരു സ്ട്രോങ് ക്യാരക്ടർ കിട്ടുന്നത് കുറവാണ്. അപ്പോൾ അത് വന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു ബ്ലെസ്സിങ്. അങ്ങനെയാണ്. പല ഹീറോയിൻസിനും ഒരു കൺസേൺ ആണ് ഒരു അമ്മ വേഷം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാര്യ വേഷം ചെയ്യുമ്പോൾ. പലരും അങ്ങനെ ഒരു റോൾ ചെയ്യാൻ മടിക്കാറുണ്ട്. അപ്പോൾ ഭാമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. ഇല്ല, ഞാൻ എൻ്റെ അടുത്ത് വേണുചേട്ടനാണ് ഫസ്റ്റ് വിനുചേട്ടനേക്കാളും മുമ്പ് വിളിച്ചിട്ട് ഈ ഒരു വൺ ലൈൻ പറഞ്ഞു. അതിന് മുന്നേ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച കാര്യം, നിനക്ക് ഒരു അന്ന് 10 വയസ്സുള്ള കുട്ടീന്നാ പറഞ്ഞ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊന്നും കൺസേൺ അല്ല. ഞാനും കേട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ, ഡയറക്ടേഴ്സ് തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈവൻ മലയാള സിനിമയിൽ ഹീറോയിൻസിന് അമ്മമാരുടെ എന്താണ് കുട്ടികളുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. അപ്പം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്കിതിലൊന്നും ഒരു വിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജിന് തകരാറോ വരുമോ അങ്ങനെ എങ്ങനെയോ. എനിക്ക് നല്ല ക്യാരക്ടറാണോ, നല്ല സബ്ജക്റ്റാണോ, നല്ല ടീമാണോ, അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. യൂഷ്വലി നമ്മൾ മലയാളത്തിൽ കാണുന്നത് ഹീറോയിൻസ് എപ്പോഴും ഒരു ഹീറോയുടെ ഷാഡോ ആയിട്ട് വരുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കഥാപാത്രത്തിലേക്ക് അഭിനയിക്കുമ്പോൾ? ഇത് ശരിക്കും നടന്നൊരു സബ്ജക്റ്റാണ്. അതുകൂടാതെ എന്താ പറയുക, പെൺകുട്ടികളുള്ള അമ്മമാർക്ക് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സാറ, റഹ്മാനിക്ക ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് എബി. പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട്, അതാണ് ബേബി നയൻതാര ചെയ്യുന്ന ക്യാരക്ടർ. ഞാനൊരു ഓർഫനായിട്ടുള്ളൊരു ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടാതെ വളർന്നത് കൊണ്ട് അത്രയ്ക്കും കരുതലോടെയാണ് എൻ്റെ മോളെ നോക്കുന്നത്. ഒരാള് ഒരു എന്താ പറയുക, ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ, ഒരു പുരുഷൻ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ പോലും അത്രയും ഞാനിങ്ങനെ ടേക്ക് കെയർ ചെയ്തു പോകുന്നൊരു മദർ ക്യാരക്ടറാണ്. അവരുടെ ലൈഫിൽ അവർ പ്രതീക്ഷിക്കാതെ അവർക്കൊരു എന്താ പറയണേ, ഒരു അടി വരികയാണ്. നമ്മളിവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് സിനിമ കാണുമ്പോഴെനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാനിങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പറയണേ. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു മൂവി വരേണ്ട എപ്പോഴും മുമ്പേ വരണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും സ്ട്രോങ് ആണ്. എന്നെ സംബന്ധിച്ച് ഈ മറുപടി എന്ന് പറയുന്ന ഫിലിമിൽ ഏറ്റവും ഒരു പ്രൗഡായിട്ട് എനിക്ക് എടുത്തു പറയാവുന്നത്, ഇതിൻ്റെ റൈറ്റർ ഒരു ലേഡിയാണ്, ജൂലിയാന അഷ്റഫ്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു വിമൻ റൈറ്റർ എഴുതുമ്പം അതിൻ്റെ ഒരു ഡെപ്ത് കുറച്ചുകൂടെ കൂടും, കാരണം വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. അതെ, സ്ത്രീകളുടെ മനസ്സ് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവർക്കേ പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മൾ തന്നെ ചില ക്യാരക്ടറിൽ ഇന്ന ഡയലോഗ് പറയുമ്പം കറക്റ്റാണ്, ഇവർ പറയേണ്ടതാണ്, ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ തന്നെയാണ് ഇമോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എല്ലാം പറയുള്ളൂ. അത് അവർ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മൂവിയുടെ പ്രൊഡ്യൂസറുടെ വൈഫ് കൂടിയാണ് ജൂലിയാന. ഇപ്പോൾ ഓരോ ഇഷ്യൂസ് ഇവിടെ നടക്കുമ്പോഴും നമ്മൾ ചോദിക്കും, ഇവിടെ എന്ത് ലോയാണ്, എന്ത് കറണ്ട്, സൗദിയിലൊക്കെ സിസ്റ്റം ഇവിടെ വരണ്ടേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഉള്ളൊരു ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ, ഒരുപാടുണ്ട്. ഒരു തരത്തിൽ നമുക്ക് പ്രതിഷേധിക്കാനേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവരെ പോയിട്ട് കുറേ ആളുകളെ പോയിട്ട് നമുക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ ഒന്നും പറ്റില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പലർക്കും സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ പുറത്ത് പറയുന്ന അല്ലെങ്കിൽ പുറത്ത് അറിയുന്ന വിഷയങ്ങൾ വളരെ കുറച്ചാണ്. ഈവൻ ഞാൻ ഈ മൂവി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ്, ആളുകൾ ഇങ്ങനെയാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ഏരിയയിലൂടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല. നമ്മൾ പലരും ആ ഒരു ഏരിയ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു ഏരിയ ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. എനിക്കത് സിറ്റുവേഷനായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ മൂവി നടക്കുന്നുണ്ട്. അത് റിയൽ ആയിട്ട് നമ്മുടെ സൊസൈറ്റി നടക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ
വിശ്വസിക്കാൻ പോലും എനിക്കത് അത് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ മൂവി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കണം. റഹ്മാൻ എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ് ചൈൽഡ്ഹുഡ് ഹീറോ ആയിരുന്നിട്ടുണ്ടാവണം. ഉറപ്പായിട്ടും ഒരു മധുരക്കിനാവ്. എക്സാക്ട്ലി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു റഹ്മാനൊക്കെയാണ് ഹീറോ എന്ന് കേട്ടപ്പോ? ഒരേ സമയത്ത് എക്സൈറ്റഡും ആയിരുന്നു. പ്ലസ് എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടു വന്നിട്ടുള്ള ഒരു, അല്ലെങ്കിൽ അന്നത്തെയൊക്കെ ഒരു യൂത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചോക്ലേറ്റ് ഹീറോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഞാൻ വിചാരിച്ചിട്ടില്ല. മീൻസ് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല നമ്മളിപ്പോൾ ഇതിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയൊരു സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ അതൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ എന്താ പറയുക, നല്ല ഹൈറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് അയ്യോ ഞാനിങ്ങനെ എന്താ പറയുക, എങ്ങനെയാണ് ഒരു കുട്ടിയുടെ അമ്മയായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പെയർ വൈസ് എങ്ങനെയാണ് ഓക്കെ ആവോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ എപ്പോഴും ഇങ്ങനെ വിനിച്ചേട്ടനെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, എങ്ങനെയാ വിനിച്ചേട്ടാ എങ്ങനെയാ, അതൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം എനിക്ക് വിട്ടേക്ക്, അതൊന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറയും. അപ്പോൾ റഹ്മാനിക്കയുടെ കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പരിചയപ്പെട്ടത് തന്നെ എന്താ പറയുക, ഒരു കോമഡിയാണ്. അതായത് ഫസ്റ്റ് എനിക്ക് റഹ്മാനിക്ക മുമ്പ് ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഈ മൂവിയിൽ പൂജ ടൈമിലാണ് കാണുന്നത്. അപ്പം ഞാനിങ്ങനെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഞാൻ പൂജ ടൈമിൽ വരുമ്പം എല്ലാവരും ആ ഒരറ്റം മുതൽ ഈ ഒരറ്റം വരെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങേര് മിണ്ടുവോ, എന്ത് സംസാരിക്കുമോ, കട്ട ജാടയായിരിക്കുമോ. കാരണം എന്നെ സംബന്ധിച്ചൊരു വർക്ക് ചെയ്യുന്ന അത്രയും സമയമെങ്കിലും 35 to 40 ആണ്, എത്ര ദിവസമെങ്കിലും അതിനപ്പുറത്തേക്കുള്ളത് നമ്മുടെ ഇഷ്ടം. പക്ഷെ അത്രയും സമയമെങ്കിലും നമുക്കൊരു ആർട്ടിസ്റ്റ് ഒരു നല്ലൊരു കെമിസ്ട്രി വേണം. സ്പെഷ്യലി ഞങ്ങളിതിൽ ഹസ്ബൻഡ് വൈഫായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ്, ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഞാനവിടെ വന്നു, അവിടെ ചെന്ന് റഹ്മാനിക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഗ്ലാസ്സൊക്കെ ഊരി ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ചെല്ല ഞാനിങ്ങനെ ഷെയ്ക്കാനെടുത്ത് ഹായ്. ഇപ്പം വിനിച്ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ റഹ്മാനിക്ക ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഹായ് ഇങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ, ഈ മനുഷ്യൻ്റെ കൂടെ എങ്ങനെ ഒരു 35-40 days ഫില്ല് ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. തിരിച്ച് ഞാനൊരു ചെയർ ദൂരെയിട്ട് തന്നെ ഇരിക്കാം, ശോകമുഖമായിട്ട് പഴയ ജലജ ഇരിക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ മെസ്സേജ് അയച്ചു, ഈശ്വര കൗണ്ട് ഡൗൺ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു 40 days ഒക്കെ എത്തിയാൽ മതിയായിരുന്നു, എങ്ങനെയാ ചെയ്യാൻ പറ്റുക, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. റഹ്മാനിക്ക നേരെ ഓപ്പോസിറ്റ് വിചാരിച്ചു, ഞാൻ മിണ്ടില്ലായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ശരിക്കും ലിറ്ററലി ഒരു ഫസ്റ്റ് 2 or 3 days ഒരു നമുക്ക് വർക്കിനെ അത് ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സിങ്ക് ആവാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പം പക്ഷെ പിന്നെ എന്താ പറയുക, അത് എന്താ പറയുക, ഗ്രാജുവലി ശരിയായി. ഒരു 4 or 5 days കൊണ്ട് ഞാൻ കണ്ടൊരു മുൻവിധിയുള്ള ഒരാളേ അല്ല മനസ്സിലായി. പിന്നെ റഹ്മാനിക്കയുടെ എൻ്റെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒരേ ഡേ ആണ്, ഒരേ ടൈമിലായിരുന്നു ബർത്ത്ഡേ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എനിവേ റഹ്മാനിക്കയുടെ കൂടെ വർക്ക് ചെയ്ത ഒരു, എന്നെ സംബന്ധിച്ചൊരു എൻ്റെ ജനറേഷനിൽ അധികം ആർക്കും ഇതാണ്. അപ്പോൾ അതൊരു നല്ലൊരു മലയാളത്തിൽ ഞാൻ വിചാരിക്കുമായിരുന്നു. കാരണം മലയാള സിനിമയിൽ ഇപ്പോഴും സിനിമയിൽ അധികം ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഒരുപാട് പെൺകുട്ടികളുടെ ഹാർട്ട് ത്രോബാണ് ഇപ്പോഴും. കാരണം ഇതുപോലൊരു ഹീറോയിനെ നമ്മൾ വേറെ പിന്നെ കണ്ടിട്ടില്ല. ലോഹിതദാസ് സാറിൻ്റെ സിനിമയിൽ ലോഹിത് സാറിൻ്റെ സ്കൂളിൽ നിന്ന് വന്നതാണോ എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചില്ലെങ്കിൽ വലിയൊരു വിഷമമുള്ള കാര്യം. കാരണം ലോഹിത് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ അഭിമാനം, സ്വകാര്യമായ അഭിമാനം തന്നെയാണ് ലോഹിത് സാർ. അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ മലയാളത്തിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ വന്ന കഥകളൊക്കെ ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്നു. സിനിമ മനസ്സിൽ പോലും ഒന്നും വിചാരിക്കാത്ത ഒരാൾ, എൻ്റെ ഡെസ്റ്റിനി അതായിരുന്നു. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി അത് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഒരു കോട്ടയത്തെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങോട്ടേക്കൊരു ഫോൺ വരിക. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വേണ്ട എന്ന് വെച്ചിരുന്നിട്ടും നമ്മൾ ഇങ്ങോട്ട് വന്നു. അത് എനിക്കറിയില്ല, ഞാൻ എന്നെ വിളിക്കുന്ന സമയത്തും ഞാൻ ഇതിലെ ഹീറോയിനാണ്, ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒരു
ബൈ ഗോഡ് ഗ്രേസ് എന്താ പറയുക, നല്ലൊരു തുടക്കം നല്ലൊരു ഡയറക്ടറുടെ കൂടെ തുടങ്ങി വെക്കാൻ പറ്റി. അപ്പോൾ ശരിക്കും ലോയ് സാറൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ ഇനിയും മലയാള സിനിമയിൽ വരുമായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ കേട്ടു, കഴിഞ്ഞൊരു വർഷത്തിന് മുന്നേ കേട്ടോ, ഭാമ സിനിമയിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്ത് വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോവാണെന്ന്. അതിൽ വല്ല സത്യമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു ന്യൂസ് വന്നതായിട്ട് കേട്ടിരുന്നു. ഇല്ല ഇല്ല ഇല്ല, അത് ഈടെയും ഞാനിങ്ങനെ എവിടെയൊക്കെയോ ഇങ്ങനെ കാണുന്നുണ്ട്. ബ്രേക്ക് എടുക്കുന്നു, പിന്നെ സിനിമ നിർത്താൻ പോകുന്നു, അതാണ് ഇതാണ്, എവിടെന്നൊക്കെ എന്തൊക്കെയോ. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. അപ്പൊ ട്രോളുകാർക്കൊന്നും ഇനി ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യും, ഇപ്പം ഇതൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള കഥാപാത്രമാണ്, പക്ഷേ ഇതുപോലത്തുള്ള കഥാപാത്രങ്ങൾ വളരെ ചുരുക്കമേ വന്നിട്ടുണ്ട്. എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ, എനിക്ക് ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഇന്ന പോലത്തെ കഥാപാത്രം ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുള്ള കഥാപാത്രം ഏതാണ്? ഞാനത് ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം അടുത്ത് വന്ന സിനിമയിൽ വളരെ റെയറായിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഇപ്പം ലാൽ ജോസ് സാറിൻ്റെ ഒക്കെ നീന പോലുള്ള സിനിമകൾ കാണുമ്പം നമ്മളിങ്ങനെ ആഗ്രഹിക്കും, അയ്യോ അങ്ങനത്തെ സിനിമകൾ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അതുപോലുള്ള പല സിനിമകളും ഒരു കുറച്ചുകൂടെ ഒരു വിമൻ സെൻട്രിക് ആയിട്ടുള്ള ഫിലിംസ് വരുമ്പം നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ എനിക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഇതുപോലെ വന്നിട്ട് ചെയ്യാൻ പറ്റാതെ മിസ് ചെയ്തു പോയ വിഷമമുള്ള ക്യാരക്ടർ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ, എൻ്റെ കരിയർ ലൈഫിൽ ഒന്നോ രണ്ടോ, അത് ഇത്രയും എടുത്ത് പറയുന്ന രീതിയിലുള്ള ഒരു അത്രയും ഒരു എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കൂടെ അല്ലെങ്കിൽ ഒരു പടം, അത് ഒന്നോ രണ്ടോ പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ ഒരു പ്രോജക്റ്റ് എടുക്കുന്നതിന് ഒരുപാട് മാനദണ്ഡം ഉണ്ടാവും. ഇപ്പം ഈ മൂവിയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓഫ് കോഴ്സ് ഇതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ച എല്ലാ ഫാക്ടറും വന്നിട്ടുണ്ട്. നമ്മൾ ചില സിനിമകൾ ശരിയാണ്, നമ്മൾ ചില സിനിമകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ടീമിനെക്കാട്ടിലും ചിലപ്പോൾ ടീം പുതിയ അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ടീമായിരിക്കാം, ചിലപ്പോൾ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം കേസസിൽ ചിലപ്പോൾ ക്യാരക്ടർ മാത്രമായിരിക്കും ഒരു ഫാക്ടർ, അട്രാക്ട് ചെയ്യുന്നൊരു ഫാക്ടർ. ചിലപ്പോൾ ക്യാരക്ടറും സബ്ജക്റ്റും വന്നേക്കാം, ചിലപ്പോൾ ക്യാരക്ടറും സബ്ജക്റ്റും ഇല്ലെങ്കിൽ ടീമായിരിക്കാം. അത്രയും നല്ലൊരു ഡയറക്ടറുടെ മൂവിയിൽ അത്രയും കുറച്ച് ക്യാരക്ടർ ഉള്ളൂങ്കിൽ നമ്മൾ അവിടെ നോക്കുന്നത് ഡയറക്ടർ വാല്യൂ മാത്രമായിരിക്കാം. ഇങ്ങനെ പല പല ഫാക്ടേഴ്സാണ്. ഈ മൂവിയിൽ എല്ലാ ഫാക്ടേഴ്സും വന്നിട്ടുണ്ട്. ഡയറക്ടർ ഒരു നല്ലൊരു ഫാമിലി ഓഡിയൻസിന്റെ ഒരു ബലമുള്ള ഒരു നല്ലൊരു എന്താ പറയുക, ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. 2 സ്ക്രിപ്റ്റ്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. 2 അതിനേക്കാട്ടിലും ഏറ്റവും എടുത്ത് പറയേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്താ പറയണേ ക്യാരക്ടർ. പിന്നെ ഓഫ് കോഴ്സ് റഹ്മാനിക്ക, ജയചന്ദ്രൻ സാറ് മ്യൂസിക്, ക്യാമറാമാൻ വേണുഗോപാൽ സാറ്, ഈച്ച് ആൻഡ് എവ്രിതിങ് പാക്ഡ് ആയിരുന്നു, അത്രയും വെൽ പാക്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ അയ്യോ എനിക്ക് 2 ആർട്ടിസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് സുദീപ് മുഖർജി എന്ന് പറഞ്ഞിട്ട് ബംഗാളി ആക്ടറാണ്. അമ്മ ബ്രില്യൻ പെർഫോമൻസ്. ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ എന്താ പറയുക, ഞാനും വിനുചേട്ടനും റഹ്മാനിക്കും ഞങ്ങളുടെ ടീം കംപ്ലീറ്റ് പറയുന്നത് ആ മൂവി വരുമ്പോൾ ഒന്നും വെറുതെ ആവില്ല എന്ന് തോന്നും. പുള്ളി ഒരു എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി ഒരു ആക്ടറാണ്. മലയാള സിനിമയിൽ ശരിക്കും ഒരു അസറ്റായിരിക്കും പുള്ളി. വിനുചേട്ടൻ എന്താ പറയുക, വിനുചേട്ടൻ എനിക്ക് തോന്നുന്നത് എല്ലാ കാസ്റ്റിങ്ങും ബ്രില്യൻ്റ് ആയിരുന്നു. പുള്ളിയൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഒരു പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊറിയോഗ്രാഫർ സുജാത മാസ്റ്റർ നമ്മുടെ മൂവിയിലൊരു മേജർ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. സുജാത മാസ്റ്റർ ഒക്കെ ബ്രില്യൻ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു കഥാപാത്രം സ്വീകരിച്ച മലയാളത്തിലേക്ക് നല്ലൊരു സിനിമ സമ്മാനിച്ചതിന് ഭാമയ്ക്ക് താങ്ക്സ്. എന്തായാലും ഈ സിനിമ ഒരു വലിയ ഹ്യൂജ് സക്സസ് ആയി മാറട്ടെ. ഇത് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിഷയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മലയാളം പ്രോജക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ആ ചെയ്യുന്ന പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റ് ആവണം എന്നുള്ളൊരു 100% ഒരു എന്താ പറയണ ഒരു ആഗ്രഹമുണ്ട്. മൂവിയുടെ പിന്നെ എന്താ പറയണേ ഒരു റിസൾട്ടിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല, പക്ഷെ അതിൻ്റെ ഒരു കണ്ടന്റ് അത്രയ്ക്കും നോക്കുന്ന ഒരാളാണ്. മറുപടി എന്ന് പറയുന്ന ഒരു ഫിലിം തീർച്ചയായിട്ടും എന്താ പറയുക പെൺകുട്ടികളുള്ള ഓരോ ഫാമിലിയും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്.
അവർ മാത്രമല്ല നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. എന്താ പറയുക, ഈ മൂവി കാണണം എല്ലാവരും. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എല്ലാവരും മൂവി കാണുക. താങ്ക് യു വെരി മച്ച്.